ശ്രീകാന്ത്, ഇപ്പോൾ നേരത്തെ നിതിനും പറഞ്ഞു കൊച്ചിയിലെ പലയിടങ്ങളിലായി കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. സിദ്ദിഖിനായി ആ രീതിയിൽ വലതിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. അപ്പോൾ അവസാനം കിട്ടിയ സിഗ്നൽ അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ടോ? ഒപ്പം തന്നെ ആലുവയിലെ ഒപ്പം പടമുകളിലെ വീടുകളിൽ നിന്നും ഒക്കെ തന്നെ പോലീസ് എത്തി പരിശോധിച്ചെങ്കിലും സിദ്ദിഖിനെ അവിടെ കിട്ടിയില്ല, അവിടെ ഉണ്ടായില്ല എന്ന അപ്ഡേറ്റ് കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ സുപ്രീം കോടതിയിലേക്ക് സിദ്ദിഖ് നീങ്ങുന്നു അടുത്ത ജാമ്യ ഹർജിയുമായി എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെ നേരത്തെ വാർത്തകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് അതിൽ SITയുടെ നീക്കം ഇനി എങ്ങനെയായിരിക്കും? ശ്രീകാന്തിലേക്ക് എത്താം. നിതിൻ അംബുജനാണ് ടെലിഫോൺ ലൈനിൽ ചേരുന്നത്. ഇപ്പോൾ നിതിൻ, സിദ്ദിഖിനായി വലവിരിച്ചിട്ടുണ്ട് പലയിടങ്ങളിലായി പോലീസ്. പക്ഷേ എവിടെയാണ് എന്നതിൽ യാതൊരു വ്യക്തതയും ഇല്ല പോലീസിന്. മറുഭാഗത്ത് സുപ്രീം കോടതിയിലേക്ക് ജാമ്യ ഹർജിയുമായി സിദ്ദിഖിന്റെ അഭിഭാഷകൻ നീങ്ങുന്നുണ്ട് എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇനി SITയുടെ നീക്കം അത് എങ്ങനെയാണ്? പ്രജിൻ, ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം തള്ളിയതിനു പിന്നാലെ തന്നെ, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെ തന്നെ സിദ്ദിഖ് സുപ്രീം കോടതിയിലേക്കുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് അറസ്റ്റ് അടക്കമുള്ള നടപടികൾക്ക് എന്തായാലും അന്വേഷണ സംഘം ഇപ്പോൾ നീങ്ങുന്നത്. അതിന്റെ ഭാഗമായി തന്നെ തിരുവനന്തപുരത്തുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇതിനകം തന്നെ കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. 2 സംഘങ്ങളായി തിരിഞ്ഞാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പോലീസിന്റെ ഒരു സംഘം കൊച്ചി സിറ്റി പോലീസ് കേന്ദ്രീകരിച്ചും മറ്റൊരു സംഘം കൊച്ചി റൂറൽ കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. നെടുമ്പാശ്ശേരി അടക്കമുള്ള സ്ഥലങ്ങളിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചൊരു അന്വേഷണവും പോലീസിന്റെ ഭാഗത്തും നടക്കുന്നുണ്ട്. കാരണം നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ച് സിദ്ദിഖിന്റെ സുഹൃത്തുക്കളുടെ ഹോട്ടലുമുണ്ട്, അതോടൊപ്പം തന്നെ സിനിമാ ബന്ധത്തിലുള്ള ഹോട്ടലുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ കൊച്ചി നഗരം കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഏതായാലും ആലുവയിലെ വീട്ടിലും കൂടാതെ പടമ്പുള്ള വീട്ടിലും ഇല്ല എന്ന കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൊച്ചി നഗരത്തിലാണെങ്കിൽ ചില ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് തന്നെയാകും സിദ്ദിഖ് ഉണ്ടാവുക എന്നാണ് പോലീസിന്റെ നിഗമനം. അത്തരമൊരു അന്വേഷണമാണ് നിലവിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും 2 സംഘങ്ങളെ കുറിച്ചുള്ള അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. അറസ്റ്റ് നടപടി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. കാരണം സിദ്ദിഖിനെതിരായ തെളിവുകൾ ശക്തമായി തന്നെ ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സിദ്ദിഖിന് കുരുക്ക് മുറുകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരം അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകാൻ തന്നെ പോലീസ് തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായുള്ള പരിശോധന ഇപ്പോൾ എന്തായാലും പോലീസിന്റെ ഭാഗത്തും നടന്നു വരികയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് സുപ്രീം കോടതിയിലേക്ക് നീങ്ങാൻ ഇപ്പോൾ സിദ്ദിഖ് ആലോചിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു വശത്ത് സിദ്ദിഖ് നിയമ നടപടി സുപ്രീം കോടതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടിയിൽ കടക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ആലോചന. അതിന്റെ ഭാഗമായുള്ള അന്വേഷണമാണ് ഇപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. എന്തായാലും സിറ്റി കേന്ദ്രീകരിച്ചും കൂടാതെ റൂറൽ മേഖല കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. നിതിൻ, അതോടൊപ്പം തന്നെ ഈ കോടതിയിൽ ഈ ഹർജി തള്ളുന്ന സമയത്ത് കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ അത് സുപ്രധാനമാണ്. അതിൽ സിദ്ദിഖിന്റെ വാദങ്ങളെല്ലാം തന്നെ കോടതി തള്ളുകയായിരുന്നു. സിദ്ദിഖ് പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതിലൊന്ന്, ഈ പരാതി അത് നേരത്തെ ഉള്ളതാണ്, അത് ഒരു പുതിയ കാര്യമല്ല. 2012 നടന്ന സംഭവം അതിനെയാണ് ഈ രീതിയിലൊരു കഥ എന്ന രീതിയിൽ പരാതിക്കാരി നൽകുന്നത്. അത് കഥ മെനയുകയാണ് എന്ന് സിദ്ദിഖ് പറയുന്നു. ഒപ്പം തന്നെ നേരെ സമൂഹ മാധ്യമങ്ങളിലടക്കം വർഷങ്ങൾക്ക് മുൻപ് ഇതേ കാര്യം പരാതിക്കാരി പറഞ്ഞതാണ്. പക്ഷെ അപ്പോഴൊന്നും ഈ ബലാത്സംഗം എന്ന കാര്യം പറഞ്ഞില്ല. ഇപ്പോൾ അത് പരാതിയെ നൽകുമ്പോൾ അത് ബലാത്സംഗ കുറ്റം കൂടി ആരോപിക്കപ്പെടുന്നു. അത് കൃത്യമായി തിരക്കഥയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സിദ്ദിഖ് പറയുന്നുണ്ട്. പരാതിക്കാരിയുടെ മൊഴിയിൽ വ്യക്തതയില്ല, വിശ്വാസ്യതയില്ല എന്ന കാര്യങ്ങളെല്ലാം സിദ്ദിഖ് നിരത്തിയെങ്കിലും അതെല്ലാം പൂർണ്ണമായും തള്ളുകയായിരുന്നു കോടതി. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? പ്രജിന്, ഇതിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം കേസാണ്. സ്വാഭാവികമായിട്ടും പോലീസിന്റെ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു കേസിന്റെ പ്രത്യേകത, സിദ്ദിഖിനെതിരെ ശക്തമായ തെളിവുകൾ തന്നെ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരുന്നു. പരാതിക്കാരി മൊഴിയിൽ ഉറച്ചു നിന്നിരുന്നു. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് സിദ്ദിഖിനെതിരെ ഇത്തരം വെളിപ്പെടുത്തൽ ഈ നടി വീണ്ടും നടത്തിയത്. ഇതിനു മുൻപും സിദ്ദിഖിനെതിരെ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ തന്നെ ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പിന്നീട് അന്വേഷണ സംഘം നടിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അതിനുശേഷമാണ് കേസെടുക്കുകയും പിന്നീട് ഉള്ള അന്വേഷണം അടക്കം നടന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും സിദ്ദിഖിനെതിരെ ശക്തമായ തെളിവുകളുള്ള ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും അറസ്റ്റ് അടക്കമുള്ള നടപടികൾ എന്തായാലും പോലീസിനെ കടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് പ്രധാനപ്പെട്ട നിരീക്ഷണം ഇന്ന് കോടതിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും അറസ്റ്റ് നടപടിയിലേക്ക് തന്നെയാണ് പോലീസും കടക്കുക. അതുപ്രകാരമുള്ള അന്വേഷണമാണ് നിലവിൽ ഇപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. വൈകാതെ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടി ഉണ്ടാകുമെന്നൊരു കാര്യം തന്നെയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. അതുപ്രകാരമുള്ള അന്വേഷണമാണ് നിലവിൽ ഇപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ റൂറൽ മേഖലയിൽ നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളം, അതോടൊപ്പം തന്നെ കൊച്ചി നഗരത്തിലെ ഹോട്ടലുകൾ കൂടാതെ പടമുകൾ
കുന്നമുകൾ അതോടൊപ്പം തന്നെ ആലുവയിലെ സിദ്ദിഖിന്റെ ഇവ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള സംഘം സിദ്ദിഖിന്റെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ്. ഒരു കാര്യം, ഇതുവരെ സിദ്ദിഖ് എവിടെ എന്ന കാര്യത്തിലൊരു വ്യക്തത എന്തായാലും അന്വേഷണത്തിൽ ലഭിച്ചില്ല. ഈ ചില മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനം. വൈകാതെ തന്നെ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് പോലീസും പങ്കുവയ്ക്കുന്നത്. ഇതിന് നിലവിലത്തെ കേസിൽ നമുക്ക് പറയാം സിദ്ദിഖ് ഒളിവിൽ എന്ന രീതിയിൽ തന്നെ പറയാം. കാരണം ഈ രീതിയിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങിയിരിക്കുകയാണ് സിദ്ദിഖ്. പക്ഷേ പലയിടങ്ങളിലായി അന്വേഷണം നടക്കുന്നു. എവിടെയാണെന്ന ഒരു സൂചനയും പോലീസിന് ലഭിക്കുന്നുമില്ല. ഈ ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് SITക്ക് മുന്നിലുള്ളത് സുപ്രീം കോടതിയിലേക്ക് മുൻകൂർ ജാമ്യ ഹർജി അല്ലെങ്കിൽ ജാമ്യ ഹർജിയുമായി പോകുന്നതിന് മുൻപ് തന്നെ ഈ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഹൈക്കോടതിയും തള്ളിയ സ്ഥിതിക്ക് സുപ്രീം കോടതിയിൽ പോവുക എന്നൊരു കാര്യം മാത്രമാണ് സിദ്ദിഖിന് മുന്നിലുള്ളത്. അതിലേക്ക് നീങ്ങാൻ പോകുന്നു. അഭിഭാഷകർ ആ രീതിയിലേക്കുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നതുമാണ്. പക്ഷേ ഈ കേസിനെ കൃത്യമായി മുന്നോട്ട് പോകാൻ SITയെ സഹായിക്കണമെങ്കിൽ ഈ അറസ്റ്റ് ഉടൻ ഉണ്ടാകണം. അതൊരു ചലഞ്ചാണ്. അപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഈ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന് വലിയ ചോദ്യമുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സൂചനകൾ, അതായത് വെറുതെ ഒരു അന്വേഷണം മാത്രമല്ല, സിദ്ദിഖിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഒപ്പം തന്നെ അടുത്ത ആൾക്കാരൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് ആ രീതിയിൽ തന്നെ നടക്കുന്നുണ്ടോ? പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ സിദ്ദിഖിന്റെ അറസ്റ്റ് നടപടി തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നത്. കാരണം അതിന്റെ ഭാഗമായുള്ള അന്വേഷണം നിലവിൽ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. സുപ്രീം കോടതിയിലേക്ക് പോകും മുമ്പ് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തണം എന്ന ഒരു കാര്യം തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. നേരത്തെ പ്രജിൻ പറഞ്ഞ പോലെ തന്നെ അറസ്റ്റിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും തെളിവുകൾ ശക്തമാണ്. ആ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയിലേക്ക് വീണ്ടും ജാമ്യം മുന്നോട്ട് പോകുന്നതിന് മുൻപ് തന്നെ ഈ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായുള്ള അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. എന്തായാലും വൈകാതെ ആ ഒരു അറസ്റ്റ് ഉണ്ടാകുമെന്നൊരു കാര്യം തന്നെയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിനായുള്ള ഒരു നീക്കം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടന്നിരിക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് ടെലിഫോൺ ലൈനിൽ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ശ്രീകാന്ത് കൂടി ചെയ്യുന്നുണ്ട്. ശ്രീകാന്ത്, നേരത്തെ പറഞ്ഞത് ഈ ഹൈക്കോടതിയിൽ നിന്നും ഈ പറയുന്നത് പോലെ ജാമ്യം ലഭിച്ചില്ല, മുൻകൂർ ജാമ്യ ഹർജി തള്ളി, എല്ലാ വാദങ്ങളും കോടതി തള്ളുകയും ചെയ്തു. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതേ സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ നേരിട്ട മറ്റുള്ളവർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തു. സിദ്ദിഖിന്റെ കേസ് എന്തുകൊണ്ടാണ് കോടതി വ്യത്യസ്തമാണ് എന്ന് പറയുന്നത്? പ്രജിൻ, മറ്റുള്ളവരുടെ കേസ് ആദ്യം പറയാം. അതായത് 354 ലൈംഗികാതിക്രമമാണ് ഇതിൽ പല ആളുകൾക്കെതിരെയും നേരത്തെ ചുമത്തിയിരുന്നത്. ജയസൂര്യക്കെതിരെ, മണിയമ്പിള്ള രാജുവിനെതിരെ, ഇടവേള ബാബുവിനെതിരെയൊക്കെ 354 ചുമത്തിയിട്ടുള്ള വകുപ്പ്. അത് ജാമ്യം കിട്ടാവുന്ന കുറ്റം ആണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. 376 മുകേഷിനെതിരെ ചുമത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മുകേഷിന് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയതിന് പ്രധാന കാരണം ഈ ഇരയായ നടിയുടെ മൊഴിയിലെ പൊരുത്തക്കേടുകളാണ്. അവിശ്വസിക്കേണ്ട തരത്തിലുള്ള മൊഴിയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് ആ ഓർഡറിൽ പോലും കോടതി പറഞ്ഞിരുന്നു. അത്ര കണ്ട് പൊരുത്തക്കേട് ആ മൊഴിക്കുണ്ട് എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. അതിനാൽ ആ ആനുകൂല്യം, സംശയത്തിൻ്റെ ആനുകൂല്യം മുകേഷിന് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം കിട്ടി എന്നാണ് അനുമാനിക്കേണ്ടത്. എന്നാൽ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. 376, 506 വകുപ്പുകൾ കർശനമായി ചുമത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ കേസുകളിന്മേൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും രേഖകളും ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ മസ്കറ്റ് ഹോട്ടലിൽ രജിസ്റ്ററിൽ പേരുണ്ടായിരുന്നു, ആശുപത്രിയിൽ ചികിത്സ. ശരി, ആ രീതിയിൽ സാഹചര്യ തെളിവുകൾ സിദ്ദിഖിനെതിരാണ് എന്ന രീതിയിൽ നിരീക്ഷണമാണ് കോടതി നടത്തിയത്. കൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം നൽകാൻ കഴിയില്ല എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തുകയായിരുന്നു. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.